എന്ത് രസ അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ. പുറത്തായതിന് പിന്നാലെ മസ്താനി. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും ഏറ്റവും ഒടുവിലായി പുറത്താക്കപ്പെട്ട മത്സരാർത്ഥിയാണ് മസ്താനി. അവതാരികയായ മസ്താനി വൈൽഡ് കാർഡായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചർച്ചകളിൽ നിറയാൻ മസ്താനിക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഷോയിൽ അധിക നാൾ തുടരാൻ മസ്താനിക്ക് സാധിച്ചില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവാദങ്ങളുടെ ഭാഗമായി മാറാനും മസ്താനിക്ക് സാധിച്ചു. മസ്താനിയുടെ നിലപാടുകൾ അകത്തും പുറത്തും വിമർശിക്കപ്പെട്ടിരുന്നു. പുറത്താകലിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് മസ്താനി. തന്റെ ഹേറ്റേഴ്സിന് നന്ദി പറയുകയാണ് മസ്താനി. അതെ, ഞാൻ ബിഗ് ബോസിൽ നിന്നും പുറത്തായി. എല്ലാ എപ്പിസോഡുകളും കാണും, എന്നിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകും. എന്റെ ഹേറ്റേഴ്സിന് നന്ദി പറയണം. എന്റെ പ്രശസ്തിക്കായി അവർ എന്നേക്കാൾ നന്നായി അധ്വാനിക്കുന്നുണ്ട്. ഫ്രീ പ്രൊമോഷന് നന്ദി ഹേറ്റേഴ്സ്. എന്ത് രസ അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്നാണ് മസ്താനി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. തന്റെ പരാജയത്തിന് പിന്നാലെ എന്തുകൊണ്ടാകാം താൻ പുറത്തായതെന്ന് മസ്താനി മോഹൻലാലിനോട് പ്രതികരിച്ചിരുന്നു. ഞാൻ പുറത്തെ കാര്യങ്ങൾ പറയുന്നു, പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുവെന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത്. എന്നാൽ താൻ അവരെ മിസ്ലീഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. ബിഗ് ബോസിൽ നിൽക്കാൻ നല്ല മനക്കരുത്ത് വേണം. താൻ പുറത്താകുമെന്ന് അറിയാമായിരുന്നു. പുറത്തുനിന്ന് കാണുന്നതല്ല ബിഗ് ബോസ് വീട്ടിലെ ജീവിതമെന്നാണ് മസ്താനി പറഞ്ഞത്. പ്രേക്ഷകർ താൻ പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ചതിനാലാണ് പുറത്തായതെന്നും താരം പറഞ്ഞിരുന്നു. പുറത്താകലിന് മുമ്പാകെ ആദില നൂറയ്ക്കെതിരെ മസ്താനി നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. ആദിലയും നൂറയും ലെസ്ബിയൻ കപ്പിളാണ്. എന്നാൽ ഇത് അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന മസ്താനിയുടെ പ്രസ്താവന വിമർശിക്കപ്പെട്ടിരുന്നു. ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ട മസ്താനിയെ സഹമത്സരാർത്ഥികൾ കൈയടിച്ചും ഡാൻസ് ചെയ്തും പുറത്തേക്ക് യാത്രയാക്കിയതും വൈറലായിരുന്നു.